ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 4-ാം തീയതി, അതായത് മെയ് 4, 2024 ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള LD ക്ലർക്ക് പരീക്ഷയായിരുന്നു. 2024 എന്ന വർഷം PSC നടത്തിയ LDCയുടെ ആദ്യത്തെ പരീക്ഷ ഈ മെയ് 4-ാം തീയതി നടന്ന ഞാൻ ഈ പറഞ്ഞ പരീക്ഷയാണ്. ആ പരീക്ഷയുടെ ചോദ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വേണം ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന വേരിയസ് LDCക്ക് വേണ്ടി ഓരോ ഉദ്യോഗാർത്ഥിയും തയ്യാറെടുക്കേണ്ടത്. ചുരുക്കത്തിൽ ആ പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തത്, 100 ചോദ്യങ്ങളുള്ള ആ പരീക്ഷയിൽ ഏകദേശം 40ഓളം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്കൂൾ പാഠപുസ്തകത്തിലെ അതേ സെൻറ്റൻസ് അതേപടി പകർത്തിയാണ് പല ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ പരീക്ഷയെ ഒരു ട്രയലായിട്ട് എടുത്താൽ ഇനി നടക്കാൻ പോകുന്ന, അതായത് തിരുവനന്തപുരം LD ആണ് ആദ്യം, ആ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദ്യങ്ങൾ വരുന്നത് മിക്കവാറും SCRT ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും. മിക്കവാറും PSCയുടെ പരീക്ഷകളുടെ ഒരു രീതി പരിശോധിക്കുമ്പോൾ ഒരേ നിലവാരത്തിലുള്ള അടുത്തടുത്ത പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഏകദേശം ഒരേ അധ്യായത്തിൽ നിന്നുള്ളതും ഒരേ ചോദ്യ മേഖലകളിൽ നിന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇക്കഴിഞ്ഞ 4-ാം തീയതി നടന്ന ചോദ്യപേപ്പറെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് SCRT മേഖലയിൽ നിന്നും ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചില ചാപ്റ്ററുകളും ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 2024 വേരിയസ് LDCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അവലോകനം ഉപയോഗപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പഠനം കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കുക. ഈ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുഴുവൻ ചോദ്യങ്ങളും ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് SCRTയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അത് ഏത് അധ്യായത്തിൽ നിന്നുമാണ് ചോദിച്ചതെന്നും നിങ്ങളെ അറിയിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന ചാപ്റ്ററുകൾ ഉറപ്പായിട്ടും നിങ്ങൾ LDC പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചിട്ടേ പോവാവൂ. ഓക്കെ, ശരി. പ്രധാനപ്പെട്ട ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഞാൻ സെലക്ട് ചെയ്തതിൽ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതു സംഭവവുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഇതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സി, ലാഹോർ സമ്മേളനം എന്നാണ്. ഇതെവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്? ചോദ്യം വന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന അധ്യായത്തിൽ നിന്നാണ്. അതുകൊണ്ട് PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും LD ക്ലർക്കിന് മുമ്പ് കവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും. ഓക്കെ, ശരി. രണ്ടാമത്തെ ചോദ്യം, ചൈനയെ ആധുനീകരിക്കാൻ സൺ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടത്, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിപ്ലവങ്ങളാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളാണ്. അതിൽ നിന്ന് 1 മാർക്ക് ഷുവറായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ അതർവൈസ് ആ ചോദ്യമല്ല വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോ UN നിന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ ചോദ്യം. അതുമല്ല ചോദിക്കുന്നതെങ്കിൽ വളരെ കുറച്ചു മാത്രം സാധ്യതയുള്ള ഒരു മേഖലയാണ് 2ാം ലോക മഹായുദ്ധാനന്തര കാലം. അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. സാധാരണ രീതിയിൽ വിപ്ലവങ്ങളെക്കുറിച്ചാണ് ചോദ്യം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ PSCക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും 10ാം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന സോഷ്യൽ സയൻസിലെ അധ്യായം മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. അവിടെ നമ്മൾ ചൈനീസ് വിപ്ലവം പരിചയപ്പെടും. ആദ്യം സൺ യാറ്റ് സെൻ്റെ വിപ്ലവവും പിന്നീട് മാവോ സേതുങ്ങിൻ്റെ വിപ്ലവവും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സൺ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്നാണ്. സൺ യാറ്റ് സെൻ മുന്നോട്ട് വെച്ചത് 3 ആശയങ്ങളാണ്: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അതിൽ ദേശീയത എന്ന് പറഞ്ഞാൽ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അതാണ് ദേശീയത. ജനാധിപത്യം സ്ഥാപിക്കുക, അതാണ് ജനാധിപത്യം. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക, അതാണ് സോഷ്യലിസം. അതുകൊണ്ട് ഈ എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ കട്ട് ആൻഡ് പേസ്റ്റ് ചോദ്യമാണ്. അതായത് ഒരു മാറ്റവും ഇല്ലാതെ ഡയറക്റ്റായിട്ട് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. മൂന്നാമത്തെ ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, അതായത് ആ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന ചാപ്റ്റർ പഠിച്ചാൽ 2 മാർക്ക് ഈ പരീക്ഷയ്ക്ക് കിട്ടുമായിരുന്നു. ഇതിൻ്റെ ഉത്തരം സി ആണ്. കാരണം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776-ലാണ്, ബോസ്റ്റൺ ടീ പാർട്ടി 1773-ലാണ്, പാരീസ് ഉടമ്പടി 1783-ലാണ്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1774-ലാണ്. സോ ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മൊത്തം പഠിച്ചാലേ കിട്ടുള്ളേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ആദ്യം നടന്നത് 773 രണ്ടാമത്തത്, പിന്നെ 774 നാലാമത്തത്, പിന്നെ 1776 ഒന്നാമത്തത്, പിന്നെ മൂന്നാമത്തത്. അങ്ങനെയാണെങ്കിൽ ഉത്തരം സി ആണ്. അപ്പോൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായത് കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു ആത്മ ഉപദേശ ശതകം ശരിയാണ്. ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം തെറ്റാണ്. വൈകുണ്ഠസ്വാമിയുടെ കൃതി അല്ല പ്രാചീന മലയാളം. പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമിയുടെ കൃതി തന്നെയാണ്. വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അഭിനവ കേരളം. അപ്പോൾ ഇതിൽ 1, 3, 4 ശരിയാണ്. അതായത് ഇതിൻ്റെ ഉത്തരം ബി ആണ്. നെക്സ്റ്റ്, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ഉത്തരം ബി ആണ്. ബി, അതായത് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്, ബീഹാറിൽ കൻവർ സിംഗ് ആണ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യം വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അധ്യായമാണ്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, മസ്റ്റായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, 6ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? വളരെ ഷാർപ്പായിട്ട് ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഒരു പരീക്ഷയ്ക്ക് പോയാലും ഇത് പഠിക്കാതെ പോകരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൽ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. നെക്സ്റ്റ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണെന്ന് തിരിച്ചറിയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. ഇതും ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിലാണ് കൃത്യമായി കൊടുത്തിരിക്കുന്നു. കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാത ദേശീയ ജലപാത 3 ആണ്, NW3. ഇതാണ് കൃത്യമായ ഉത്തരം. നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു, ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്ന അധ്യായമാണ്. നെക്സ്റ്റ്, 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഈ അധ്യായം മസ്റ്റായിട്ട് പഠിക്കുക. സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. ഇതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത് കാരണമായ പ്രതിഭാസം ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന 10ാം ക്ലാസ്സിലെ അധ്യായം. ഈ അധ്യായങ്ങളെല്ലാം മസ്റ്റായിട്ട് നോട്ട് ചെയ്യണേ. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാവുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരം പശ്ചിമ അസ്വസ്ഥത. ചാപ്റ്ററിൻ്റെ പേര് മറക്കരുത്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ 10ാം ക്ലാസ്സിൽ. തൊട്ടുമുമ്പ് പഠിപ്പിച്ചത് 7ാം ക്ലാസ്സിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ശരി, 10ാമത്തെ ചോദ്യം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് ആഗോളവൽക്കരണം എന്നാണ്. ആഭ്യന്തര സമ്പദ്ഘടനയും ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നത് എന്താണ്? സംയോജിപ്പിക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? അത് ആഗോളവൽക്കരണം. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ +1 അധ്യായമാണ്. +1 അധ്യായത്തിൽ നിന്ന് എക്കണോമിക്സിലും പൊളിറ്റിയിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു കാരണം, ഈ പരീക്ഷ LD ക്ലർക്ക് പരീക്ഷ മാത്രമല്ല, ഫീമെയിൽ വാർഡൻ എന്ന പരീക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് ഈ എക്സാം നടത്തിയത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ +2 ചോദ്യങ്ങൾ ഇതിനകത്ത് കയറി വരാം. അതുകൊണ്ട് LDക്ക് തയ്യാറാവുന്നവർ +1 ചാപ്റ്റർ പഠിക്കണോ എന്ന് ചോദിച്ചാൽ അത്രയും പ്രാധാന്യമൊന്നും പറയില്ല. നിങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്, കൃത്യമായി കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ +1 എക്കണോമിക്സിലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുക. ഓക്കെ,
11 രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, PC മെഹലനോബിസ്. ചോദ്യം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എക്കണോമിക്സിലെ യൂണിറ്റ് 2 ഇന്ത്യൻ സമ്പദ്ഘടന 1950-90 എന്നൊരു ചാപ്റ്റർ ഉണ്ട്. +1 എക്കണോമിക്സിൽ ഇന്ത്യൻ സമ്പദ്ഘടന 1950-90 അതിൽ നിന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? കഴിഞ്ഞ പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. അതിർത്തി നിർണയ കമ്മീഷനാണ്. അതിർത്തി നിർണയ കമ്മീഷനാണ് ഇതിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തവണത്തെ ഈ പരീക്ഷയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പൊളിറ്റിയിലെ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യങ്ങളെല്ലാം തന്നെ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് അത് പഠിക്കണം എന്ന് നിർബന്ധിച്ച് പറയുന്നില്ല, കാരണം വലിയ വലിയ അധ്യായങ്ങളാണ്. നിങ്ങൾക്ക് ഓട്ടിച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചാൽ ചില മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ സാധാരണ രീതിയിൽ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന മേഖലകൾ 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എന്ന അധ്യായം, 9ാം ക്ലാസ്സിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായം, അതുപോലെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്നൊരു അധ്യായം സ്കൂളിൽ പഠിക്കാനുണ്ട്. ആ അധ്യായം, ഇതിൽ നിന്ന് 3 സാധാരണ ചോദ്യം വരാറുള്ളത്. ഈ 3 അധ്യായങ്ങളും മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. നമ്മുടെ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, അതേപോലെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. പക്ഷേ ഇത് ചോദിച്ചിരിക്കുന്നത് +1 തെരഞ്ഞെടുപ്പും ജനാധിപത്യം എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അതിർത്തി നിർണയ കമ്മീഷൻ ആണ് ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള കൃത്യമായ ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനം ഏത്? എല്ലാവർക്കും അറിയാം, പ്രത്യക്ഷ രക്ഷാസഭ എന്നാണ്. കേരള ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളത് കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേരള ഹിസ്റ്ററി പഠിക്കുമ്പം കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാവാം. അതിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാസഭ. ചിലപ്പോൾ അടുത്ത LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതായിരിക്കും, യോഗക്ഷേമ സഭ. ചിലപ്പോൾ ചോദിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടതായിരിക്കും, അരയ സമാജം. ഓക്കെ, നെക്സ്റ്റ് അതേ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ് കേരളം ആധുനികതയിലേക്ക്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആദ്യ മലയാളി C ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വം എന്ന കൃതി രചിച്ചത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ഇതിന്റെ പിക്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊള്ളുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ച്, ബേസിക് സ്ട്രക്ചർ, ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവവുമായി ബന്ധപ്പെട്ട കേസ് ഏത്? ഇത് ഉത്തരം കേശവാനന്ദ ഭാരതി കേസ് എന്നാണ്. ചോദ്യം വന്നിരിക്കുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ നീതിന്യായ വിഭാഗം എന്ന ചാപ്റ്ററിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? സ്ഥിരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ് +1 പൊളിറ്റിക്കൽ സയൻസിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ അഥവാ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്ന അധ്യായം. ഇതിൽ നിന്ന് എക്സാമിന് ചോദ്യം വരുവേ. നെക്സ്റ്റ്, രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് ചോദ്യം. സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ബയോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചതാണ്. ഇനിയും ആവർത്തിക്കും, കൃത്യമായി പഠിച്ചിരിക്കുക. ഇതിൻ്റെ ഉത്തരം C ആണ്. 1 മാത്രം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. നെക്സ്റ്റ്, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 9ാം ക്ലാസ്സിലെ ബയോളജി ഈ ചാപ്റ്റർ പഠിക്കണേ. ഊർജത്തിനായി ശ്വസിക്കാം എന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഉത്തരം ഇരുമ്പാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ്, 19ാമത്തെ ചോദ്യം, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ലെപ്റ്റോസ്പൈറ എന്ന സൂക്ഷ്മജീവിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവരും വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നു. ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ 10ാം ക്ലാസ് ബയോളജി, അകറ്റി നിർത്താം രോഗങ്ങളെ. എക്സാമിന് ചോദിക്കേ, അകറ്റി നിർത്താം രോഗങ്ങളെ. നോട്ട് ചെയ്ത് പഠിച്ചോ, ഇനിയും ഇതിൽ നിന്ന് ചോദ്യം വരും. ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ അകറ്റി നിർത്താം രോഗങ്ങളെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളേവ? എംഫിസിമ ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1ഉം 2ഉം. ഇതും അതേ ചാപ്റ്ററിൽ നിന്ന് അകറ്റി നിർത്താം രോഗങ്ങളെ, അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയിൽ ഏറ്റവും വിവാദമായ പദവി രാഷ്ട്രപതി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ. ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. എങ്കിലും എപ്പോഴും ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായി നിൽക്കുന്ന പദവി എന്ന് പറയുന്നത് എപ്പോഴും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അങ്ങനെ ഗവർണർ പദവി വിവാദമായി നിൽക്കുന്നു എന്ന് തന്നെ പറയുന്നു. +1 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്ററിൻ്റെ പേര് ഫെഡറലിസം. +1 പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്ററിൻ്റെ പേര്
ഫെഡറലിസം എന്ന ചാപ്റ്ററാണ്. അതിനകത്ത് കൃത്യമായി പറയുന്നു. നെക്സ്റ്റ് ഫിസിക്സിൽ നിന്നുള്ള ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി? ഇതിൻ്റെ ആൻസർ സി ആണ്. W=P×T എന്ന പ്രവൃത്തി, ബലം, പവർ, സമയം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്റർ പ്രവൃത്തി, ഊർജ്ജം, പവർ. ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. നെക്സ്റ്റ് 23 ഫിസിക്സുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. വായുവിൻ്റെ പ്രതിരോധം പരിഗണിക്കാതെ ഇത് കണക്കാക്കുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ചെത്തും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഉറപ്പായിട്ട് സിലബസിലുള്ള ടോപ്പിക്കാണ്. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്ററായ ഗുരുത്വാകർഷണം മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. ചോദ്യം, ദ്രവ്യബലങ്ങൾ. ഫിസിക്സിൻ്റെ അടുത്ത ചാപ്റ്റർ ദ്രവ്യബലങ്ങൾ. അപ്പോൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഫിസിക്സിൻ്റെ ചാപ്റ്റർ ഏതൊക്കെയാണ്? 9ാം ക്ലാസ്സിലെ പ്രവൃത്തി, ഊർജ്ജം, പവർ, അതുപോലെ 9ാം ക്ലാസ്സിലെ ഗുരുത്വാകർഷണം, 9ാം ക്ലാസ്സിലെ ദ്രവ്യബലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് കടക്കാം. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. 9ാം ക്ലാസ് SCERTയിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഉറപ്പായിട്ട് പഠിച്ചിരിക്കുക പീരിയോഡിക് ടേബിൾ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നതിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതെന്നാണ്? ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് CBSE പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. NCERT 10ാം ക്ലാസ്സിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത്. നമുക്ക് എല്ലാ പാഠപുസ്തകവും കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ SCERT പാഠപുസ്തകങ്ങൾ തന്നെ മസ്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 1-2 ചോദ്യം മാറ്റി ചോദിക്കും, പക്ഷേ അത് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് CBSE പാഠപുസ്തകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം നിലവിലില്ല. പക്ഷേ ഈ ചോദ്യം വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. അതിനുശേഷം അനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ് ഉത്തരം. അതും CBSE 10ാം ക്ലാസ്സിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാവുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. ഇതിൻ്റെ ചോദ്യം 10ാം ക്ലാസ് CBSEയിലെ ആസിഡ് ആൻഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇനി നമുക്ക് മാത്സിലേക്ക് കടക്കാം. മാത്സിലെ ഉത്തരങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം. പക്ഷേ ഞാൻ പറയുന്ന അധ്യായങ്ങളെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം ഇനി വരുന്ന മാത്സ് അധ്യായങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പൊതുവ്യത്യാസം 6ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം എത്ര എന്നാണ് ചോദ്യം. 106 ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന അധ്യായം. ഇതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെ അളവ് എത്ര എന്നാണ് ചോദ്യം. ഉത്തരം 150 ആണ്. 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ചാപ്റ്റർ ബഹുഭുജങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബഹുഭുജങ്ങൾ, ഇതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്ര? 8√2 സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന അധ്യായത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. 7ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നെക്സ്റ്റ്, ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3 - 4 എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചക സംഖ്യകൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 5 - 12. സൂചക സംഖ്യകൾ എന്നൊരു അധ്യായം തന്നെ ഉണ്ട്. അത് 10ാം ക്ലാസ്സിലാണ്, മാത്സ് അധ്യായം സൂചക സംഖ്യകൾ. നെക്സ്റ്റ്, ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്? 10ാം ക്ലാസ്സിലെ മാത്സ് അധ്യായം സാധ്യതയുടെ ഗണിതം 2/7 ആണ് ഉത്തരം. അത് സാധ്യതയുടെ ഗണിതം എന്ന അധ്യായം നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ സംഖ്യ ഏതാണ്? 2ാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുക 2ാം കൃതി സമവാക്യങ്ങൾ എന്ന അധ്യായം പഠിക്കുക. നെക്സ്റ്റ്, ഒരു ചിത്രത്തിൽ C വൃത്തകേന്ദ്രം ABCD 30 ഡിഗ്രി ആയാൽ കോൺ ACD എത്ര എന്നുള്ളൊരു ചോദ്യം. ഇത് വൃത്തത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ വൃത്തങ്ങൾ എന്ന അധ്യായമുണ്ട്, അതിൽ നിന്ന് ചോദിച്ചതാണ്. ആ അധ്യായം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉത്തരം 60 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? സമാന്തര ശ്രേണിയിൽ നിന്നുള്ള അടുത്ത ചോദ്യം 165 ആണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? വീണ്ടും +1 പൊളിറ്റിക്കൽ സയൻസിലെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നിയമനിർമ്മാണ സഭ എന്നൊരു അധ്യായമുണ്ട് +1 പൊളിറ്റിക്കൽ സയൻസിൽ. അപ്പോൾ അതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ, ഇതാണ് ഈ സംസ്ഥാനങ്ങളുടെ പേര് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിയമനിർമ്മാണ സഭ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 38ാമത്തെ ചോദ്യം, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ
ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചിരിക്കുന്നത്? പൊളിറ്റിക്കൽ സയൻസിലെ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ദ എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന കൃതിയിലാണ് അദ്ദേഹം ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലാസ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് +1 പൊളിറ്റിക്കൽ സയൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു 39 ചോദ്യങ്ങളും അതിൻ്റെ മേഖലകളുമാണ് ഞാൻ ഈ സെഷനിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിക്കുക, ഇനിയും ചിലപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു 50ഓളം ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഏകദേശം ഒരു പരീക്ഷയിലെ പകുതി ചോദ്യങ്ങളും ഡയറക്റ്റായിട്ട് SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ ഈ അധ്യായങ്ങളെല്ലാം പഠിച്ചിട്ടേ പോകാവൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും അടുത്തത്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട അധ്യായങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്കും ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് കൃത്യമായി SCRT ചാപ്റ്ററുകൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. SCRTയുടെ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്യ പബ്ലിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ SCRT ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഷയത്തിനായിട്ട് റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. SCRTക്ക് വേണ്ടി ഓരോ വിഷയത്തിനും ഓരോ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിയാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. താല്പര്യമുള്ളവർക്ക് ലക്ഷ്യയുടെ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. എല്ലാവിധ ആശംസകളും. കൃത്യമായി പഠിക്കുക. മറ്റൊരു പരീക്ഷയ്ക്ക് വരുന്ന വിശകലനവുമായി വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.